ഓക്കെ, എന്തായാലും 2015 മോഡല് റോയൽ എൻഫീൽഡ് ക്ലാസിക് 500 റീസ്റ്റോർ ചെയ്യാനായിട്ട് 80,000 രൂപയാണ് ആയിട്ടുള്ളത്. അതിൽ ഓൾമോസ്റ്റ് എന്താ പറയാ ഒരു 75% നമ്മുടെ സ്പെയറിന് തന്നെയാണ്. ബാക്കിയൊന്നും ഈ കാലിബർ പുതിയതാണ്, മാറിയതാണ്. അത് പിന്നെ പെയിന്ററെ കൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും 80,000 രൂപയ്ക്കാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് 500 2015 മോഡല് വീണ്ടും സുന്ദര കുട്ടപ്പനാക്കാനായിട്ട് നമുക്ക് ചെലവായത് കേട്ടോ. എന്തായാലും ഇതുപോലെ നിങ്ങളുടെ ബുള്ളറ്റ് റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷിജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഷിജിന്റെ വർക്ക്ഷോപ്പ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്തുള്ള കടയ്ക്കാവൂരാണ്. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ എന്ന് സെർച്ച് കഴിഞ്ഞാൽ ഷിജിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ്. കൂടാതെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഷിജിന് വർക്ക്ഷോപ്പാണ്, ഷിജിനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ കോളുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഞാനിവിടെ എടുത്ത് പറയാൻ കാണുന്നത് വെച്ചാൽ ഈ ഇടയ്ക്ക് നമ്മുടെ വീഡിയോയിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനും ഉടായിപ്പാണ് ഷിജിനും ഉടായിപ്പ് എന്നാണ് പറയുന്നത്. അതെ, അപ്പോൾ എന്താണ് പറയുന്നത്? ഒരുപാട് വിഷമവും ദേഷ്യവും തോന്നിയ ഒരു കമന്റ് ആണത്. പുള്ളി അതിൽ പറഞ്ഞേക്കണേന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഭയങ്കര ഉടായിപ്പാണ്, നമ്മൾ പറയണതെല്ലാം കള്ളത്തരമാണ്, പറഞ്ഞത് സത്യമല്ല. താഴെ അതിൽ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. അപ്പോൾ ഒരാൾ തിരക്കായോണ്ടായിരിക്കും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാത്തത്, ഫോൺ വിളിച്ച് എടുക്കാത്തതെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ തന്നെ റിപ്ലൈ ഇല്ല എന്ന് പറഞ്ഞ് ഉടായിപ്പാണെന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം. അത്രേ ഉള്ളൂ. ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടില്ല, പുള്ളിയുടെ വണ്ടി കടയിൽ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ പുള്ളിയുടെ അഡ്വാൻസ് മേടിച്ചിട്ടില്ല, ഒരു എനിക്കുള്ള പേര് പോലും അറിഞ്ഞൂടാ, ഞാൻ മെസ്സേജ് പോലും കണ്ടിട്ടില്ല. വെറുതെ ഇങ്ങനെ ഉടായിപ്പോന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഓൾറെഡി പനിയായിട്ട് കിടപ്പായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും പുള്ളിയുടെ കമൻറ്റ്സ് വേറെ വീഡിയോയിലുണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് പുള്ളി ഈ കമന്റ് പോസ്റ്റ് ചെയ്യിക്കുന്നതിന് 3 ദിവസം മുന്നേ വേറൊരു വീഡിയോയിൽ ഒന്ന് നമ്പർ ചോദിച്ചിട്ടുണ്ട്. 3 ദിവസം മുന്നേ അത് കാണിക്കുമല്ലോ. ഞാനാണ് എൻ്റെ നമ്പർ കൊടുക്കുകയും ചെയ്തത്. ചേട്ടാ വാട്സപ്പ് പുള്ളി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വാട്സപ്പ് നോക്കാൻ പറ്റിയില്ല. ഈ പറഞ്ഞതൊന്നും ശരിയല്ല. നമ്മളിപ്പോൾ ഒരാളെ പറ്റിക്കുക എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ.